ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാ നാട്ടിൽ വന്നാൽ സ്ഥിരമായിട്ട് ഞങ്ങൾ രണ്ടാളും കറങ്ങാൻ ഇറങ്ങാറുണ്ട്. അപ്പോൾ ഇത്തവണ അതേപോലെ ഒന്ന് ഇറങ്ങിയതാട്ടോ. സാധാരണ ഞങ്ങൾ ഇറങ്ങുമ്പോഴേ കൂടെ പിള്ളേരും കൂടെ ചാടി കയറാറുണ്ട്. അപ്പോൾ ഇത്തവണ ടോയ്സ് വാങ്ങിത്തരാം വീട്ടിലിരുന്നോ എന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് അവർ ഓക്കെ സമ്മതിച്ചു. അപ്പോൾ ഞങ്ങളങ്ങ് ഇറങ്ങി ഒരു ടോയ്സൊക്കെ വാങ്ങി തിരിച്ച് ഞങ്ങൾ ഫസ്റ്റ് അവർക്ക് വേണ്ട ഞങ്ങൾ ചെയ്തു കൊടുത്തു കേട്ടോ. അപ്പോൾ ആദ്യം ടോയ്സ് വാങ്ങി കൈക്കലാക്കി, എന്നിട്ട് ഞങ്ങൾ ഒരു ഡെസേർട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയതാട്ടോ. അപ്പോൾ ഇതാ മഞ്ചേരിയുള്ള ഒരു അടിപൊളി ഡെസേർട്ട് ഉള്ള ഒരു ഷോപ്പാണിത്, സ്മൂച്ചോ. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഇവിടുത്തെ ഞങ്ങൾ ഒരു 2 ഐറ്റംസ് ഞങ്ങൾ ഓർഡർ ചെയ്തു. നല്ല സൂപ്പർ ടേസ്റ്റി ആയിരുന്നു. അതുപോലെ തന്നെ ഇത് കഴിച്ചാകെ മത്തായി ഞങ്ങൾ നല്ല കിക്കായിട്ടിരിക്കുകയാണ് കേട്ടോ. നല്ലപോലെ ചോക്ലേറ്റ് മാത്രമായതുകൊണ്ടേ നല്ല ഒരു എന്താ പറയുക, തലയ്ക്ക് പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഒരു കാര്യത്തിൽ തീരുമാനമായി. എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ചൂടുള്ളതും വേണം, അതുപോലെ തന്നെ എന്തെങ്കിലും സ്പൈസി ആയിട്ടുള്ളതും വേണം എന്നുള്ള. അപ്പോൾ ഇത് കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഒരു ചായയും കൂടെ കുടിച്ചു. അപ്പോൾ അതും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഞാൻ മെനു അവിടെ മുന്നേ ഞാൻ കാണിച്ചല്ലോ. അപ്പോൾ അതിലുണ്ടായിരുന്ന 2 ഐറ്റംസാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഒരു ഐറ്റം ചോക്കോ സുനാമി, അതുപോലെ ഒരു ഐറ്റം കുനാഫ, ഹസൈൽനട്ട് കുനാഫ. അപ്പോൾ രണ്ടും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഫുള്ളായിട്ട് അതിൽ ചോക്ലേറ്റ്സ് ആയിരുന്നു, അതുപോലെ തന്നെ കേക്ക്സും ഉണ്ടായിരുന്നു കേട്ടോ, പിന്നെ ഐസ്ക്രീമും. ഇത് 3ആണ് ആ 2 ഐറ്റംസിലും കോമ്പിനേഷനായിട്ടുണ്ടായിരുന്നു. അതൊക്കെയായിരുന്നു. ഫുള്ള് കഴിക്കാൻ പറ്റിയില്ല, ഞങ്ങൾ പകുതി അങ്ങ് കഴിച്ച് ബാക്കി ഞങ്ങൾ വീട്ടിലേക്ക് എടുത്തു കേട്ടോ. അപ്പോൾ ഇനി ഒരു ചായ കുടിക്കാൻ പോകാം. കാരണം എന്താ വെച്ചാൽ ചോക്ലേറ്റ് കഴിച്ച് നല്ലപോലെ തലയ്ക്ക് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടുള്ള എന്തെങ്കിലും വേണം, അതുപോലെ തന്നെ നല്ല സ്പൈസി ആയിട്ടുള്ളതും വേണം. അപ്പോൾ നല്ലൊരു ടീ സ്പോട്ട് ഉണ്ട് ഇവിടെ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ അവിടെ പോവാം. അപ്പോൾ ഇതാണ് ടോക്ക് ഫോസ്. അപ്പോൾ അവിടെ കയറി ഒരു ചായ അടിച്ച്, അതുപോലെ തന്നെ സ്പൈസി ആയിട്ട് 2 സ്നാക്സും വാങ്ങി കഴിച്ചു ഞങ്ങൾ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഈ കട ഞാനൊന്ന് കാണിച്ചു തരാം. നല്ല അടിപൊളിയായിട്ട് സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്. കഴിക്കാനുള്ള സ്പേസ് വയറിലില്ല. സ്പൈസി കഴിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ വാങ്ങിച്ചത് തന്നെ. അപ്പോൾ ഇത്രയും ഐറ്റംസാണ്. പിന്നെ നല്ല പലവിധം ചായകൾ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ സാധാ നോർമൽ റെഗുലർ ചായയാണ് വാങ്ങിയത്. നല്ല അടിപൊളിയായിരുന്നു. ഒരു എന്താ പറയുക, മഞ്ചേരിയുള്ളൊരു നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇത്. സ്നാക്സ് ഞങ്ങൾ വാങ്ങിയത് നല്ല ടേസ്റ്റി ആയിരുന്നേ. ഈ ഷോപ്പിന് മേലേക്കും ഉണ്ട് കേട്ടോ. മോമോസൊക്കെ അവൈലബിൾ ആണ്, അതുപോലെ ചാറ്റ്സൊക്കെ അവൈലബിൾ ആണെന്ന് പറഞ്ഞു. അതൊന്നും കഴിക്കാനുള്ള സ്പേസ് ഇല്ലാത്ത കാരണം ജസ്റ്റ് ചായയും സ്നാക്സും കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഷോപ്പൊന്ന് കണ്ടു നോക്കൂ. ഇനി ഇത് മഞ്ചേരി എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കച്ചേരിപ്പടി ബസ് സ്റ്റാൻഡില്ലേ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ ഈ ഒരു ചായക്കട ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ചായയും സ്നാക്സും ഒക്കെ കഴിച്ച് ഇറങ്ങി. അപ്പോൾ ഇനി മക്കൾക്ക് എന്തെങ്കിലും വാങ്ങണ്ടേ, അങ്ങനെ ഒറ്റയ്ക്ക് കഴിക്കുന്ന ഒരു സുഖമില്ലല്ലോ. അപ്പോൾ അവർക്ക് പിസ്സ വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുന്ന് പിസ്സയൊക്കെ വാങ്ങി ഞങ്ങൾ വേറൊരു കടയിലും കൂടെ പോയേ. അതെവിടെയാണെന്നല്ലേ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതിന് മുന്നേ ഈ ഒരു പിസ്സയുടെ റിവ്യൂ ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ വാങ്ങിയത് ചിക്കൻ്റെ പിസ്സയായിരുന്നേ. അപ്പോൾ ചിക്കൻ ഫില്ല് ചെയ്ത പിസ്സയായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരുപാട് കഴിച്ചിട്ടൊന്നുമില്ല, മക്കളേൽ നിന്ന് ഓരോ ബൈറ്റ് കഴിച്ച് നോക്കിയതേ ഉള്ളൂ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് നല്ല അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഈ ഒരു ടൈപ്പ് പിസ്സ കഴിച്ചിട്ടില്ല. നമ്മുടെ ചിക്കൻ ആ പിസ്സയുടെ ഉള്ളിൽ ഫില്ല് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടുത്ത സ്ഥലം ഇതാണ്, ദോശക്കടയാണേ. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സ്ഥലം കേട്ടോ. മഞ്ചേരിയുള്ള ഒരു ഷോപ്പ് തന്നെയാണ് ഇത്. ഇവിടെ നല്ല വെറൈറ്റി ദോശാസ് കിട്ടും. ദോശ മാത്രമല്ല, പുട്ടും അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഒരു ചിക്കൻ ദോശയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. എല്ലാ വെറൈറ്റി ദോശകളും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. അവിടെ മെനു കാർഡ് ഫോട്ടോ ഞാൻ അതിലിട്ടിട്ടുണ്ട്, അതൊന്ന് നോക്കി നോക്കൂ. അപ്പോൾ കാണാം നിങ്ങൾക്ക്. എല്ലാം നല്ല അടിപൊളി ടേസ്റ്റി ആണെന്നാണ് റിവ്യൂ ഉള്ളത്. അപ്പോൾ ഞങ്ങളെ ചിക്കൻ ദോശ ഇവിടെ റെഡി ആവുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ കണ്ടപ്പോൾ അതൊരു വീഡിയോയും കൂടെ എടുത്തു കേട്ടോ.
അപ്പോൾ ദോശ വാങ്ങി ഇതാ പിസ്സയായി ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണേ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയവർ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ. അപ്പോൾ ഞങ്ങൾ പോട്ടെ.